ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂത്തെ ഇനിയും വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിക്ക് ശ്രുതിയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങിട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ സച്ചി ശ്രുതിയെ പിന്തുടർന്ന ശ്രുതിയാണെങ്കിൽ നേരെ പോകുന്നത് സ്വന്തം വീട്ടിലോട്ടാണ്. സച്ചിക്കറിയാലോ വിമലമ്മയുടെ വീട് അതാണെന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ സച്ചി ശ്രുതിയെ പിന്തുടരുന്ന സമയത്ത് ശ്രുതി വിമലമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോവാണ്. വിമലമ്മയാണ് ശ്രുതിയുടെ യഥാർത്ഥ അമ്മ എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം സച്ചി അവിടെ വെച്ച് തിരിച്ചറിയുകയാണ്. സ്വന്തം അമ്മ ജീവിച്ചിരിപ്പുണ്ടായിട്ടും വീട്ടുകാരുടെ മുന്നിൽ അമ്മ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും സച്ചിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. എന്തായാലും സച്ചി രണ്ടും കൽപ്പിച്ച് ശ്രുതിയുടെയും വിമലമ്മയുടെയും മുന്നിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അവിടെ ഉണ്ടാവാൻ പോകുന്നത് ട്വിസ്റ്റുകളാണ് കേട്ടോ. എന്തായാലും നമുക്ക് ആ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതി ജോലിയൊക്കെ അവസാനിപ്പിച്ച് പാർലറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. ഇറങ്ങിയ പാടെ തന്നെ ഒരു ഓട്ടോ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും എൻ്റെ മോനെയും അമ്മയും കണ്ടിട്ട് കുറേ നാളായി, ഒന്ന് അവിടെ വരെ പോകാം. ഇന്ന് ഏതായാലും നേരത്തെ കഴിഞ്ഞതല്ലേ, ഇനി ചിലപ്പോൾ ഇങ്ങനെ ഒരു ദിവസം കിട്ടിയെന്ന് വരില്ല. എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വീട്ടിൽ പോകാം. ഇതും പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ഇറങ്ങുന്നത്. ആ സമയത്ത് തന്നെ ഒരു ഓട്ടോ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഓട്ടോ കണ്ട പാടെ ശ്രുതി ഇനി സമയം കളയണ്ടല്ലോ എന്ന് ആലോചിച്ച് നേരെ ഓട്ടോക്കാരൻ്റെ അടുത്തോട്ട് ചെല്ലാണ്. അതേ, ഒരു ഓട്ടോ പോകണോ? ആ കയറിക്കോളൂ ചേച്ചി, ചേച്ചി എന്നുള്ള വിളി കേട്ടപ്പോൾ അത്രയ്ക്കങ്ങ് സഹിച്ചിട്ടില്ല കേട്ടോ ശ്രുതിക്ക്. ചേച്ചിയോ? ഇവനെ കണ്ടിട്ട് എന്നെക്കാളും പ്രായം തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവൻ എങ്ങനെയാണ് ചേച്ചിയാവുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ചേച്ചി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഒന്നുകൂടി ദേഷ്യം തോന്നുകയാണ്. ചേച്ചിയോടാ ചോദിച്ചത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എന്ന് കേട്ടപ്പോൾ ആകെപ്പാട് ദേഷ്യമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അതെ, എന്നെ കണ്ടിട്ട് നിനക്ക് ചേച്ചി എന്ന് വിളിക്കാനായിട്ട് തോന്നുന്നുണ്ടോ? നിന്നെ കണ്ടിട്ട് എന്നെക്കാളും പ്രായം തോന്നുന്നുണ്ടല്ലോ. എൻ്റെ പൊന്ന് ചേച്ചി, ഞാൻ സാധാരണ എൻ്റെ ഓട്ടോയിൽ കയറുന്നവരെയൊക്കെ ഒരു റെസ്പെക്റ്റ് കാണിക്കുന്നതാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ വേണ്ട, നിങ്ങളെയൊക്കെ മാഡം എന്ന് വിളിക്കാം. ജീവിച്ചല്ലേ പറ്റൂ. വഴിപിഴപ്പിനാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത്. അതിനിപ്പോൾ മേഡമെന്നോ ഇനി ചേച്ചിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. അതെ, തന്നോട് ഞാൻ എന്നെ മേഡമെന്നോ ചേച്ചിയെന്നോ ഒന്നും വിളിക്കാൻ പറയുന്നില്ല. താൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയാൽ മതി. ശരി. ആ സമയത്താണ് മിററിലൂടെ ഡ്രൈവർ ശ്രുതിയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇത് ശ്രുതി വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. എടോ, താൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നേരെ നോക്കി വണ്ടി ഓടിക്കുക, റോട്ടിലോട്ട് വേണം കണ്ണ്. അത് പിന്നെ നോക്കാൻ കാരണം വേറൊന്നുമല്ല, എവിടെയോ ഒരു കണ്ടുപരിചയം പോലെ. എന്നെ എവിടെ കണ്ടാലും ഇപ്പോൾ തനിക്കെന്താ? എന്നെ പല സ്ഥലത്ത് വെച്ച് കണ്ടു കാണും. ഞാൻ ചിലപ്പോൾ തന്നെയും കണ്ടു കാണും. എന്ന് കരുതി ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യോ എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ നോക്കുന്നില്ലേ? ഒരു മുഖപരിചയം തോന്നിയപ്പോൾ നോക്കിയതാ. അല്ല, സച്ചിയുടെ ആരെങ്കിലും ആണോ? സച്ചി എന്ന് കേട്ടപ്പോൾ തന്നെ ശ്രുതി ആകെ ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. എന്താ? സച്ചിയുടെ ആരെങ്കിലും ആണോന്ന്? സച്ചി എൻ്റെ കൂട്ടുകാരനാ. അയ്യോ, ഇവനെ സച്ചി അറിയാമോ? അപ്പോൾ പിന്നെ ഞാൻ പോകുന്ന സ്ഥലം ഇവൻ നോട്ട് ചെയ്യുമല്ലോ. സച്ചിയെ നന്നായി അറിയാവുന്ന കൂട്ടുകാരനാണെന്നാണ് തോന്നുന്നത്. സച്ചി അറിയാമെന്ന് ചോദിച്ചപ്പോൾ എന്തു പറ്റി? സച്ചി അറിയോ? സച്ചി എനിക്കറിയാം. അപ്പോൾ സച്ചിയുടെ ആരോ ആണല്ലേ? സച്ചിയുടെ ആരോ അല്ല. താനേ ഇവിടെ വണ്ടി നിർത്തിക്കേ. അല്ല, അതിന് പറഞ്ഞ സ്ഥലം എത്തിയില്ലല്ലോ. താനേ ഇവിടെ നിർത്തിയാൽ മതി. അല്ല, അപ്പോൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണ്ടേ? എനിക്കിപ്പോൾ ഇവിടെ ഇറങ്ങണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുന്നത്. അതുമാത്രമല്ല, എനിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്നാൽ പിന്നെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അത് വേണ്ട, താൻ പൊക്കോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ സമയം നല്ല ലേറ്റാവും. അത് കുഴപ്പമില്ല പെങ്ങളെ, വെയിറ്റിംഗ് ചാർജ് തന്നാൽ മതി. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നാ ശരി. ഇവിടെ വരെ എത്രയായി? ഇവിടെ വരെ 50 രൂപ. എന്ത്, 50 രൂപയോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 50 രൂപയായോ? അവിടെ നിന്ന് ഇങ്ങോട്ടോ? 1-2 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്നില്ലേ? അതിന് 50 ചോദിക്കേണ്ടത്, ഞാനായതുകൊണ്ടാണ് 50 രൂപ ചോദിച്ചത്. ഇന്നാ ഇത് വെച്ചോ. ഇത് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് ഇയാൾ വണ്ടിയൊക്കെ എടുത്ത് തിരിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ പോകുന്നത് സച്ചിയൊക്കെ കാറ് നിർത്തിയിരിക്കുന്ന ആ സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ വന്ന ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എടാ സച്ചി. സതീഷേ. എടാ, നിനക്കിപ്പോൾ ഓട്ടോ ഇല്ലേ? ഇല്ലടാ, ഞാനിപ്പോൾ ഒരു ഓട്ടം പോയി വന്നതേ ഉള്ളൂ.
ഓ അങ്ങനെ. ഞാനേ ഇതുവഴി പോയപ്പോൾ ഒന്ന് നിർത്തിയതാ സച്ചിയോടൊരു കാര്യം പറയാൻ. എന്താ? എന്തു പറ്റി സതീഷേ? ഏയ് കാര്യമൊന്നുമില്ല. ഞാനേ ആ ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിൽ വെച്ച് നിനക്കറിയാവുന്ന ഒരാളില്ലേ, ആ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്നേ? ഓ പൗഡറേടത്തി. ഏ എന്തോന്ന്? ആ അല്ല, ശ്രുതി. അവള് അവരെൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു, ഓട്ടോയിൽ. ഓ അതാണോ? അതിനെന്താ? അതല്ലട സച്ചി, ഞാനേ അവരെ കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തേ അവരോട് ഞാൻ സച്ചിയെ അറിയുമെന്നൊന്ന് ചോദിച്ചു. എന്നിട്ട് ആദ്യം അവരറിയാമെന്ന് പറഞ്ഞു. പിന്നെ സച്ചിയുടെ പേര് കേട്ടപ്പോൾ അവർക്കൊരു മുഴക്കം മൊത്തത്തിൽ. എന്തോ ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അവരാകെ ഡസ്പായി. പിന്നെ ഒന്നും നോക്കാതെ അവർ ആ തൊട്ടടുത്തുള്ള അവിടെ തന്നെ ഇറങ്ങി. ഞാൻ പോവാ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്തോ ഒരു കള്ളത്തരം എനിക്ക് തോന്നി. അത് നിൻ്റെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് ശ്രുതി ഇപ്പോൾ എവിടെ ഉണ്ട്? ആ വളവിലുണ്ട്. വേറെ ഓട്ടോ കിട്ടിയോ? ഇല്ല, വേറെ ഓട്ടോ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ ആ വഴി ഓട്ടോയൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കും. എങ്കിൽ ശരി സതീഷേ, ഞാനൊന്നങ്ങോട്ട് ചെന്ന് നോക്കട്ടെ. ശരി. അങ്ങനെ സച്ചിയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ കാറൊക്കെ എടുത്ത് ശ്രുതിയെ പിന്തുടരാൻ വേണ്ടി പോവാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഓട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരൊറ്റ ഓട്ടോ പോലും നിർത്തുന്നില്ല. സച്ചി ഒരു സ്ഥലത്ത് വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് ശ്രുതിയെ വാച്ച് ചെയ്യുവാണ് കേട്ടോ. ആ സമയം സച്ചിക്ക് അറിയാവുന്ന ഒരു ഓട്ടോക്കാരനെ സച്ചി വിളിച്ചു. അങ്ങനെ ഓട്ടോക്കാരനോട് പറഞ്ഞ് ആ ആലിൻ്റെ ചോട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവിടെ ശ്രുതിയുടെ അടുത്തേക്ക് ആ ഓട്ടോക്കാരനെ എത്തിക്കുന്നു. അങ്ങനെ ഈ ആൾ ഓട്ടോ ആയിട്ട് മുന്നിലൂടെ ഇങ്ങനെ ശ്രുതിയുടെ മുന്നിലൂടെ പോകുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് കൈ കാണിച്ചു. അതിൻ്റെ മുമ്പ് നമ്മുടെ സച്ചി ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്, എടാ ഈ നിൽക്കുന്ന ആൾ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ ആൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഞാൻ നിൻ്റെ ഓട്ടോയുടെ പുറകിൽ നിന്നെ ഫോളോ ചെയ്ത് വരും. നീയേ അവരുടെ മുന്നിൽ വെച്ച് എന്നെ സച്ചി എന്നൊന്നും കയറി വിളിച്ചേക്കരുത് കേട്ടോ. അത് ഞാൻ ഏറ്റു. എന്തായാലും എനിക്കൊരോട്ടം കിട്ടിയില്ലേ, എനിക്കത് മതി. അങ്ങനെ കുറേ യാത്ര ചെയ്തതിന് ശേഷം ശ്രുതി നമ്മുടെ വിമലമ്മയുടെ വീടിൻ്റെ അടുത്തെത്തുകയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി ഓട്ടോയിൽ നിന്നിറങ്ങി പൈസയും കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ സച്ചി ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ. സച്ചി പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ ഒരു കാറിൻ്റെ പുറകിലാണ് ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഉടനെ വിമലമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. സച്ചി അന്നേരം മനസ്സിൽ കരുതുന്നുണ്ട്, അല്ല ഇതാ വിമലമ്മയുടെ വീടല്ലേ, പൗഡറേടത്തി എന്തിനാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത്? പൗഡറേടത്തി എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ഈ പറയുന്നത്. ശ്രുതി അവിടെ ചെന്ന് പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് ആ പയ്യൻ വരുന്നുണ്ട്. ഏത്? നമ്മുടെ ശ്രുതിയുടെ മകൻ. ശ്രുതിയെ കണ്ട പാടെ തന്നെ കല്യാണി ആൻറ്റി എന്നും പറഞ്ഞ് കല്യാണിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അതായത് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ ആ മകൻ വിളിക്കുന്നതൊക്കെ സച്ചി കേൾക്കുന്നുണ്ട്. കല്യാണിയോ? ഇവരുടെ പേര് ശ്രുതി എന്നല്ലേ, പിന്നെന്താ കല്യാണി എന്നൊക്കെ വിളിക്കുന്നത്? ഇത് വിമലമ്മയുടെ മോളുടെ പേരല്ലേ കല്യാണി. ഇതിലെന്തൊക്കെയോ ഒരു ചതിയുണ്ട്. അപ്പോൾ വിമലമ്മയുടെ മകൾ ശ്രുതിയായിരുന്നു. അപ്പോൾ ഈ വിമലമ്മയുടെ മകൾ സിംഗപ്പൂരും ദുബായും ഒക്കെ പോയി നിൽക്കുന്നത് ശ്രുതിയായിരുന്നോ? അല്ലേ? അപ്പോൾ പൗഡർ ആൻറ്റി അടുത്ത് മനഃപൂർവ്വം എല്ലാവരും ചതിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ആ കൊച്ച് ഏതാ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവുകയാണ് കേട്ടോ. സച്ചിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഈ വിമലമ്മയുടെ മകളാണ് ശ്രുതി എന്നുള്ളത് രണ്ടും കൽപ്പിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവരോട് ചോദിക്കുക തന്നെ വേണം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് മകനോട് കിന്നാരമൊക്കെ പറഞ്ഞുകൊണ്ട് ആ സോഫായിലിരിക്കുകയാണ് ശ്രുതി. അമ്മയാണെങ്കിൽ സന്തോഷത്തോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ ഡോറ് തുറക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഡോറ് തുറക്കുമ്പോൾ തന്നെ അവിടെ സച്ചി നിൽക്കുന്ന കണ്ടിട്ട് വിമലമ്മ ആകെ പേടിക്കുകയാണ്. അയ്യോ സച്ചിയോ? എന്തു പറ്റി? സച്ചി തന്നെ. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? അയ്യോ മോൻ വന്നത് ഇഷ്ടപ്പെടാതെയൊന്നുമില്ല. മോനെന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ഞാൻ അതിന് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ വരാറ്. ഇതിലൂടെ പോയപ്പോൾ ആ മോനെ ഒന്ന് കാണാമെന്ന് തോന്നി. അവനിവിടെ ഇല്ലേ? അത് പിന്നെ അവനുണ്ട്, അകത്തുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് കയറട്ടെ. ഇതും പറഞ്ഞ് സച്ചി അകത്തോട്ട് കയറുമ്പോൾ ശ്രുതിയെ അവിടെ കാണുന്നില്ല കേട്ടോ. കാരണം ശ്രുതി സച്ചിയെ മനസ്സിലാക്കിക്കൊണ്ട് റൂമിലോട്ട് മാറി നിൽക്കുകയാണ്. മോനെ ഇരിക്കുക. മോനെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്ക് കുടിക്കാനൊന്നും വേണ്ട. വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. എന്നാലും എന്തെങ്കിലും ഒന്നും വേണ്ട അമ്മേ.
പോകുന്ന വഴിക്ക് ഇവനെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. അല്ല, നിൻ്റെ കല്യാണി ആൻറ്റി ദുബായിൽ നിന്ന് വന്നോ? കല്യാണി ആൻറ്റി ദുബായിൽ അല്ലല്ലോ, നാട്ടിലുണ്ടല്ലോ. എന്താ, നാട്ടിലുണ്ടോ? അല്ല, കല്യാണി നാട്ടിലേക്ക് വന്നോ? ആ, അത് പിന്നെ ഈ ഇടയ്ക്ക് കല്യാണി നാട്ടിലേക്ക് വന്നിരുന്നു, അതേപ്പറ്റിയാണ് അവൻ പറയുന്നത്. അല്ലല്ലോ അമ്മൂമ്മേ, മോനെ ഒന്ന് മിണ്ടാതിരിക്കുക. ഇതും പറഞ്ഞ് അവൻ്റെ വായ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവൻ്റെ വായിൽ നിന്ന് വിട്ടേക്ക്, സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി പൗഡറെടുത്തി. എവിടെ എന്തു പറ്റിയ? എന്ത് സച്ചി പറയുന്നത്? നിങ്ങളുടെ മകൾ ഇങ്ങോട്ട് കയറി വന്നിരുന്നല്ലോ, എവിടെ പോയെന്നാ? അത് പിന്നെ എന്തൊക്കെയോ പറയുന്ന സച്ചി. എൻ്റെ മകൾ ഇങ്ങോട്ട് കയറി വന്നെന്നോ? അവളിവിടെ ഇല്ല. വിമലമ്മേ, ഇനിയും കള്ളം പറയണ്ട. ഞാൻ വരുന്ന വഴിക്ക് ശ്രുതിയെ ഇങ്ങോട്ട് വരുന്നത് കണ്ടു. ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായിട്ട് ശ്രുതി മുന്നിലോട്ട് വരികയാണ് കേട്ടോ. ആഹാ, ഇവിടെ ഉണ്ടല്ലോ, ഒളിച്ചിരിക്കുകയായിരുന്നു അകത്ത്. സച്ചി, ഞാൻ അറിഞ്ഞു. ഞാൻ നിങ്ങളുടെ പിന്നാലെ ഒരു പരീക്ഷണം പോലെ നടത്തി നോക്കിയതാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ നേരെ വന്നതും? അല്ല, ഇത് നിങ്ങളുടെ അമ്മയാണോ? വിമലമ്മ പറയുന്ന കല്യാണി എന്ന് പറയുന്ന മകളാണോ ഇത്? അല്ല, ഈ മകളുടെ സിംഗപ്പൂരും ദുബായും ഒക്കെ എൻ്റെ വീടായിരിക്കുമല്ലോ. ചന്ദ്രോലയം. മോനെ, ശ്രുതിക്ക് വേണ്ടി ഞാൻ മോനോട് മാപ്പ് ചോദിക്കാം. എന്നോട് ആരും മാപ്പ് ചോദിക്കണ്ട. ഇത് നിങ്ങളുടെ സ്വന്തം അമ്മയാണോ? പറയാനല്ലേ ഞാൻ പറഞ്ഞത്. പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ അതെ, എൻ്റെ സ്വന്തം അമ്മ. നിങ്ങൾക്ക് നാണമില്ലല്ലോ, സ്വന്തം അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട്. ഏതോ ഒരു അച്ഛൻ മലേഷ്യക്കാരനാണത്രേ, എന്നിട്ട് മലേഷ്യക്കാരൻ്റെ മകളാണെന്ന് പറഞ്ഞ് അവിടെ വിലസും അല്ലേ? അതായിരുന്നല്ലേ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. കുറേ നാളായി ഞാൻ അറിഞ്ഞിട്ട് ആ ഗ്രീൻ ബ്രാൻഡ് നിങ്ങൾ വിറ്റെന്നുള്ള വിവരം. എന്തായാലും കൊള്ളാം, എൻ്റെ വീട്ടിൽ കയറി പറ്റാനുള്ള നാടകമായിരുന്നു അല്ലേ ഇതൊക്കെ? ഇതെൻ്റെ അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. നിങ്ങളെ പിന്നെ വെച്ചേക്കില്ല. നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അർഹത പോലും ഉണ്ടാകില്ല. രേവതിക്ക് ഇപ്പോൾ കൊടുക്കുന്ന വില പോലും പിന്നെ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. മോനെ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. എൻ്റെ മോളുടെ കാര്യം ഒന്നും അവിടെ ചെന്ന് പറയരുത്. അമ്മയല്ലേലും ഞാൻ ഈ വിവരം ഒന്നും ആരോടും പറയാൻ പോകുന്നില്ല. ഇതൊക്കെ പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരും, അന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ല കിടിലൻ എപ്പിസോഡുകളാണ് ഇനി വരാൻ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ഷെയറും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.